വചനഘോഷണത്തിനായിട്ട് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ബ്രദർ ജോർജ് പ്യൂമിനെ സാദരം ക്ഷണിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ പ്രാണന്റെ ഉടയവനായ യേശു കർത്താവിൻ്റെ വരവ് താമസിച്ചതിനാലും ഞങ്ങളുടെ ആയുസ് ദീർഘമായതിനാലും ഞങ്ങളെ കൂട്ടിവരുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹീത കൂടി വരവ് അനുഭവിപ്പാൻ ഭാഗ്യമുണ്ടായല്ലോ. അവിടുത്തെ സാമീപ്യം ഞങ്ങളുടെ ശരീരങ്ങളിൽ സൗഖ്യമായി അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണേ. ഞങ്ങളുടെ ഭവന പശ്ചാത്തലങ്ങളെ അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ തലമുറകളുടെ അവസ്ഥകൾ അവിടുന്ന് അറിയുന്നു. യേശു കർത്താവ് പരിഹാരകനാകയാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന് തോൽക്കുക അസാധ്യമാകയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയമുള്ളതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ അർപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളതിൽ നിന്ന് ഏൽപ്പിച്ച സ്തോത്ര കാഴ്ചയെ ആശീർവദിക്കണേ. അത് കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, മാനസാന്തരം ഉളവാകുവാൻ അവിടുന്ന് സഹായിക്കണം. ബലഹീനനായ അടിയനെ കാണാതെ മറയ്ക്കണേ. തികവോടെ അറുക്കപ്പെട്ട നിത്യ കുഞ്ഞാടിനെ വെളിപ്പെടുത്തിയാട്ട് വചനം ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ, ഞങ്ങളുടെ ഭാരപ്പെട്ട വിഷയങ്ങൾ ലഘൂകരിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കർത്തൃസേവയിൽ പ്രസിദ്ധരായ പട്ടക്കാരോടുള്ള എൻ്റെ ആദരവ്, അധ്യക്ഷനായി ഉള്ള റവറൻ ജോർജ് മാത്യു അച്ഛനോടുള്ള ആദരവ്, റവറൻ ഡോക്ടർ കോശി പി വർഗീസ് അച്ഛൻ, റവറൻ ഫിലിപ്പ് ജോർജ് അച്ഛൻ, റവറൻ പ്രവീൺ ജോർജ് ചാക്കോ അച്ഛനോടുള്ള ആദരവ്, സൂരജ് അച്ഛൻ ചെയ്യുന്ന വേലകളോടുള്ള ആദരവ്, സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ, ജെയിംസ് കെ ജോൺ അച്ഛൻ്റെ ഹൈ റേഞ്ച് മിഷൻ, ശ്രേഷ്ഠരായ പട്ടക്കാർ ബെന്നി സാറ്, ബാബു ഉമ്മൻ സാറ്, അതുപോലെ ഇതിൻ്റെ ചുമതലക്കാരായി കാര്യദർശികളായി പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ളവർ വി ടി തോമസ് സാറ്, വർഗീസ് തോമസ് സാറ്, ഗായിക സംഘം, അതുപോലെ സ്റ്റോളുകളിൽ ഇവിടുത്തെ ഈ കുടിവരവും മിഷൻ വയലുകളും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ഞാൻ ഉൾപ്പെട്ട ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ സ്റ്റോളുണ്ട്, മറ്റ് സുവിശേഷ സംഘടനകളുടെ, അവരോടെല്ലാം ഉള്ള സ്നേഹം അറിയിക്കാൻ. ആമുഖമായി പറഞ്ഞത് വല്ലാതെ സ്പർശിച്ചു. If you don't evangelize, our churches will fossilize എന്ന പഴയ ആ ഒരു ചൊല്ല്. If you don't evangelize, നിങ്ങൾ സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ നമ്മുടെ ദേവാലയ സമൂഹങ്ങൾ നഷ്ട അവശിഷ്ടങ്ങളാകും. പണ്ട് ബിലിഗ്രാം സാഹിബ് എങ്ങനെ വാട്ട് ഈസ് റിവൈവൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 വാക്യങ്ങളാണ് അതിൽ തൊട്ടത്. ഞാനത് ഓർക്കുന്നു. അതിങ്ങനെയാണ്. ഒന്ന്, സങ്കീർത്തന പുസ്തകം 45:16, നിങ്ങളുടെ പുത്രന്മാർ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. Your generations should replace your forefathers. എങ്ങനെ നിങ്ങളുടെ മുൻ തലമുറ യേശു കർത്താവിൻ്റെ നിസ്തുലതയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, അതേ തീവ്രതയോടെ നിങ്ങളുടെ തലമുറകൾ എഴുന്നേറ്റില്ലെങ്കിൽ യൗവനക്കാരില്ലാത്ത വൃദ്ധസദനങ്ങൾ പോലെ ആയിത്തീരും നമ്മുടെ ദേവാലയങ്ങൾ. If you don't evangelize, our churches will fossilize. നഷ്ട അവശിഷ്ടങ്ങളായി പോകും. നമ്മുടെ മാതാപിതാക്കൾ പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം വാക്യം അവർ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുമായിരുന്നു. യെശയ്യാ 59:21, ഞങ്ങളുടെ മേലുള്ള ആത്മാവിനെയും ഞങ്ങളുടെ ഉള്ളിൽ തന്ന ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ സന്തതിയിൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും എടുത്തു കളയരുതേ. The spirit that controls us, the Holy Spirit that controls us, ഞങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മാവ്, ഞങ്ങളുടെ അധരത്തിൽ ഞങ്ങൾ എടുക്കുന്ന ഈ നിസ്തുലതയുടെ സുവിശേഷം, ഇത് തലമുറയായി ഇരിപ്പാൻ തക്കവണ്ണം ഇങ്ങനത്തെ കൂടിവരവ് അവൻ നമ്മെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠരായ പട്ടക്കാർ, വികാരി ജനറൽമാർ, പട്ടക്കാർ, സുവിശേഷകർ,
പ്രസിദ്ധരായ അനേക സുവിശേഷ പ്രസംഗികർ എല്ലാവരുടെയും മധ്യയിൽ നിന്ന് സായാഹ്നം ബലഹീനനായ എനിക്കും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സാക്ഷിയായി നിൽപ്പാൻ ഭാഗ്യം ലഭിച്ചുവല്ലോ. ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു യൂസേജ്. അത് ഞാൻ രാവിലെ സാധാരണ വായിക്കാറുള്ള ഡെയിലി ഡിവോഷൻസ്. അതിൽ മാർക്ക് ബുണ്ടെയിൻ എന്ന ഒരു സുവിശേഷകൻ പറഞ്ഞ ഒരു ശൈലി എന്നെ സ്വാധീനിച്ചു. മാർക്ക് ബുണ്ടെയിൻ, അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ്. 1989 തൻ്റെ 66-ാമത്തെ വയസ്സിൽ മരിച്ചു. കൽക്കട്ടയിൽ 25 വർഷം വേല ചെയ്ത മെഡിക്കൽ മിഷണറിയാണ്. അദ്ദേഹത്തിന് ചേരികളിൽ ഫ്രീ സ്കൂളുകൾ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളുകളിൽ 1200-ൽ പരം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 700 പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ലൈം ലൈറ്റിൽ വരാൻ ഇഷ്ടപ്പെട്ടില്ല, മാധ്യമങ്ങളിൽ തൻ്റെ ചിത്രം കൊടുക്കാനോ വാർത്ത കൊടുക്കാനോ ഇഷ്ടപ്പെടാത്ത മാർക്ക് ബുണ്ടെയിൻ എന്ന മനുഷ്യൻ. അദ്ദേഹം അതിനു മുമ്പ് ഹോങ്കോങ്ങിൽ, തൈവാനിൽ, ഫിലിപ്പൈൻസിൽ, ശ്രീലങ്കയിൽ മെഡിക്കൽ മിഷണറി ആയിരുന്നു മാർക്ക് ബുണ്ടെയിൻ. ഞാൻ ദൈവശാസ്ത്ര ഉള്ളടക്കമുള്ള എഴുത്തുകളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ദൈവവേലക്കാരെഴുതിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് മാർക്ക് ബുണ്ടെയിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറയാണ്, എക്സർസൈസ് യുവർ റൈറ്റ് ടു ട്രബിൾ യുവർ ലോർഡ്. നിന്റെ കർത്താവിനെ അസഹ്യപ്പെടുത്തുവാനുള്ള നിന്റെ അവകാശത്തെ ഉപയോഗിക്കുക. പ്രാർത്ഥനയുടെ ഒരു നിർവചനമാണ് അദ്ദേഹം പറഞ്ഞത്. ആമേൻ. നിന്റെ കർത്താവിനെ അസഹ്യപ്പെടുത്തുക, സ്നേഹത്തോടെയുള്ള ഒരു അസഹ്യപ്പെടുത്തൽ. ഞാനത് വായിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എൻ്റെ ധ്യാനം ഇങ്ങനെ എഴുതിയത്. താക്കോൽ വാക്യം വായിക്കാം. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം. എങ്കിലും എൻ്റെ യേശു ക്രിസ്തുവിന് തോൽക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാനും എൻ്റെ ഭവനവും ജയിക്കുമെന്ന് ബോധ്യമുള്ളവർ വലങ്കരമുയർത്തി യേശു കർത്താവിന് നന്ദി കരേറ്റാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആമേൻ, എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ? മർക്കോസിന്റെ സുവിശേഷം 5:35. തൊട്ടു മുൻപ് ഒരു അത്ഭുതം നടക്കുകയാണ്. 12 വർഷമായി രോഗിയായ സ്ത്രീ, ആമേൻ, അവളുടെ നിസ്സഹായതയിൽ അവളൊരു പരീക്ഷണം. യേശുക്രിസ്തു എന്നെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും, പക്ഷേ അതിനൊരു സാധ്യതയില്ലല്ലോ, പുരുഷാരമല്ലേ, എന്നെ മാറ്റി നിർത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് ഐ വിൽ ട്രൈ ദ റിവേഴ്സ്. ഞാൻ യേശുവിനെ ഒന്ന് തൊട്ടു നോക്കട്ടെ. അപ്പോൾ തൊട്ടു, അവളുടെ സൗഖ്യം. യേശു കർത്താവ് പറഞ്ഞു, സമാധാനമായി ആമേൻ പോവാ, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അവ പുരുഷാരത്തിന് മുമ്പിൽ അവൾ നന്ദി പറയുന്ന കാര്യമൊക്കെ സമാന സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അങ്ങനെ അതിന്റെ മധ്യേ അങ്ങനെ ഈ സാക്ഷിയൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇടുത്തി പോലെ ഒരു വാർത്ത അവിടെ വന്നെത്തുകയാണ്. അതാണ് 5:35. പള്ളിപ്രമാണി ആ വാർത്ത കേട്ടു. ആമേൻ. വെറുങ്ങലിച്ചു പോയി. ആമേൻ, സ്തോത്രം. പ്രകാശം വരുത്തുന്ന പെൺകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ തൻ്റെ വീട്ടില് 12 വയസ്സുള്ള ഏക മകൾ, അവൾ മരിച്ചുപോയി. അപ്പോൾ അതിനോട് ചേർന്ന് വാർത്ത പറഞ്ഞവരും ചുറ്റുമുള്ളവരും പറയാം, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുത്. ആമേൻ. Trouble him not, bother him not, ആമേൻ, burden him not. അവനെ അസഹ്യപ്പെടുത്തരുത്. ഹല്ലേലൂയ. അതിൽ നിന്നാണ് അദ്ദേഹം, നമുക്കതിന് അവകാശമുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തിൽ കുതിർന്ന ഒരു ആമേൻ അസ്വസ്ഥതപ്പെടുത്തൽ, ഒരു അസഹ്യപ്പെടുത്തൽ. എല്ലാ പ്രാർത്ഥനയും അങ്ങനെയല്ല. ആ വിഷയം ഇന്ന് രാത്രികാലം അവൻ എൻ്റെ ചിന്തയെ ഭരിക്കുന്നത് കൊണ്ട് അത് നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല കേട്ടോ. ചിലർ കുടുംബജീവിതത്തിൽ നാഗിങ് വൈഫ്, അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, കാതുക്കുള്ള കൊസു മാതിരി, മൊസ്കിറ്റോ ഇൻ ദ ഇയർ കനാൽ. ചെവിക്കകത്ത് ഒരു കൊതുക് കയറിയതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അസഹ്യപ്പെടുത്തലല്ല. അല്ലെങ്കിൽ സ്കൂളും കോളേജിലും ഒക്കെ മാനേജറുമായിട്ടുള്ള അച്ഛന്മാർക്കറിയാം, നാളെ 10:30 ഇന്റർവ്യൂ ആണ്.
കൊച്ചിന് മാർക്ക് കുറവാണ്, സംഭവിക്കുന്നുണ്ട്. വചനം വ്യാഖ്യാനിക്കണം, സഹായിക്കണം, പങ്കുവെക്കണം, കടന്നു പോകണം, ആമേൻ, ചുമതലകൾ ചെയ്യണം. പക്ഷേ സാക്ഷികളായി, ഹല്ലേലൂയ, ജീവിതത്തിൽ ഗതിമുട്ടിയ ഒരുത്തന്, ആമേൻ, അവന് ഗതി ശരിയായി. വഴിമുട്ടിയവനെ വഴി നടത്തി കൊണ്ടെത്തിച്ചു. ആമേൻ, കീഴടങ്ങിയില്ല, അവൻ ജയിച്ചു. നിസ്സഹായതയുടെ നാൾ വഴികളാണ്. ആമേൻ, അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പക്ഷേ അവിടെ ഒരു ദുരന്തമുണ്ട് കേട്ടോ. മർക്കോസ് 5-നേക്കാൾ അത് വ്യക്തമായി വായിക്കുന്നത് ലൂക്കോസ് 8-ലാണ്. ഒരുത്തൻ വീർപ്പ് മുട്ടി നടക്കുന്നത് പ്രശ്നമല്ല, പന്നി വീർപ്പ് മുട്ടി ചത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, അതിൽ നഷ്ടം വരാതിരിക്കാൻ യേശുവേ നീ ഈ ദേശം വിട്ടുപോ. ഹല്ലേലൂയ. ലൂക്കോസ് 8:37, ലൂക്കോസ് 8:37 അത് വ്യക്തമാണ്, ഞങ്ങളെ വിട്ടു പോകണം. അങ്ങനെ ആ ദേശം വിട്ട് അക്കരെ ചെന്നപ്പോൾ 8:40 വായിക്കുക, ഒരു ദേശത്ത് നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ലൂക്കോസ് 8:40 അവനായി കാത്തിരുന്നു, സന്തോഷത്തോടെ കൈക്കൊണ്ടു. They welcomed him with expectation. എന്നെ കേൾക്കുന്ന സഹോദരന്മാരുണ്ടോ, സഹോദരിമാരുണ്ടോ? വേലയിൽ നിങ്ങൾ ചില ഇടങ്ങളിൽ കടലോളം നന്മ ചെയ്തിട്ട് തരിയോളം തിരിച്ചു കിട്ടാതെ നിരാശരായിരിക്കാം. കുറ്റിയെ കെട്ടിയ കഴുതയെ പോലെ വട്ടം കറങ്ങാതെ യാത്ര ചെയ്യും. നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഇടങ്ങളുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി, നിങ്ങളുടെ വചനധ്യാനത്തിനായി, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കായി. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവർ കാത്തിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവിക രാജ്യം ഭൂവിൽ സ്ഥാപിതമായിടുവാൻ യാത്ര ചെയ്യുക നാം, ലോകത്തിൻ സീമകളോളം ചെന്നു സാക്ഷ്യമേകുക നാം. യേശു അവിടുന്ന് വിട്ട് ഇവിടെ വന്നു. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുക. ആമേൻ. അവൻ ഹിതം ചെയ്യുന്ന ശുശ്രൂഷ ഇടങ്ങളിൽ വലിയ വേല പൂർത്തീകരിപ്പാൻ, ഹല്ലേലൂയ, മടങ്ങി വരട്ടെ. അങ്ങനെ ആ പുരുഷാരം, കാത്തിരുന്ന പുരുഷാരം, മർക്കോസ് 5, ആ പുരുഷാരത്തിൽ ഒരുത്തൻ, അവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവൻ പള്ളിപ്രമാണിയാണ്, സിനഗോഗിന്റെ അഡ്മിനിസ്ട്രേഷനൊക്കെയാണ് അവന്റെ ചുമതല. അവന്റെ ബന്ധുക്കളും അവനെ പോലെയുള്ളവരും മിക്കവാറും പരീശന്മാരായിരിക്കും, യേശുവിന്റെ ശത്രുക്കൾ. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഒരു സംഭവം അവനെ എളിമപ്പെടുത്തി. ആമേൻ. ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നതുകൊണ്ട് യേശുവിനെ അന്വേഷിച്ചെത്തി സമർപ്പിച്ചവരുടെ എണ്ണം ഒത്തിരി വളരെ കൂടുതലാണ്. ഇവനും അങ്ങനെയാണ്. സ്തോത്രം. അവൻ 5:22, അവന്റെ മകൾ 12 വയസ്സുകാരി, ഒരു ടെർമിനൽ ഇൽനെസ്, അത്യാസന്ന രോഗം വന്ന് കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ 5:24 ഇവൻ കൂടെ പോകവേ വേറൊരു അത്ഭുതം അവിടെ നടക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, 12 വർഷമായി രോഗിയായ ഒരു സ്ത്രീ, അവളെ ചെലവഴിച്ചു, രോഗത്തിന് ഭേദം വന്നില്ല. നമ്മുടെ നാട്ടുഭാഷയിൽ അവൾക്കൊരു 3.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. സ്കാനിങ് കഴിഞ്ഞപ്പോൾ 1 ഏക്കർ വിറ്റു, വെല്ലൂര് പോയപ്പോൾ 1 ഏക്കറൂടെ വിറ്റു. പിന്നെ ഒരു ഹൈടെക് ഒരു ഒരു ആശുപത്രിയിലോട്ട് ചെന്നപ്പോൾ ബാക്കി 1.5 വിറ്റ് വാടകയ്ക്ക് താമസിക്കാം. ആമേൻ. അവൾക്ക് സൗഖ്യം കിട്ടി. ആമേൻ, സ്തോത്രം. അതിനുശേഷമാണ് ആമേൻ യേശുവിന്റെ പിന്നാലെ നടക്കുന്നവൻ ഒരു അത്ഭുതം കണ്ടു, അവന് ബോധ്യപ്പെട്ടു. പക്ഷെ ആ സമയത്ത് ഇതാ ഒരു തിരിച്ചടി പോലെ. ഹല്ലേലൂയ. ചിലര് പറയുവേ, അങ്ങേയറ്റം വലിയ വിശ്വാസം അഭിനയിക്കുന്നവർ പറയും, എൻ്റെ യേശു വന്നത് പനി മാറ്റാനല്ല, എൻ്റെ യേശു വന്നത് തലയിറക്കം മാറ്റാനല്ല. യേശു ഉണ്ടായിരുന്ന ചെവിക്ക് പിടിച്ചേച്ച് ചോദിച്ചേനെ, ഞാൻ പിന്നെ എന്തൊക്കെയാ ചെയ്തത്? നിസ്സാരമായ ചുമതലകൾക്ക് തടസ്സമായി നിൽക്കുന്ന നിസ്സാരമായ രോഗങ്ങളുടെ മേലും അവൻ പ്രവർത്തിച്ച കർത്താവാണ്. പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ആശുപത്രികൾ പെരുക. അതിൽ മുന്തിയ ഡോക്ടർമാരെ കാണണമെങ്കിൽ അവിടെ പരിചയം വേണം. സർക്കാർ ആശുപത്രിയിൽ നല്ല സേവനം കിട്ടണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം വേണം. സാധാരണക്കാർക്ക് ഇതൊന്നുമില്ല. അസുഖക്കാരന് ഇറച്ചിക്കട പട്ടി നിൽക്കുന്ന പോലെ പോയി നിൽക്കുകയാണ്. എന്നാൽ മുൻ തലമുറ ആശുപത്രികൾ ഇല്ലാത്ത കാലത്ത് ആമേൻ ശരീരത്തെ നിർമ്മിച്ചവൻ, ഹല്ലേലൂയ, he made it so he can repair it, he owns it so he can repair it. അവൻ ഇത് നിർമ്മിച്ചു, അവൻ സ്വന്തമാക്കിയിരിക്കുന്നു. അതിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അവൻ മരുന്നുകൾ കൂടാതെ, ആശുപത്രികൾ കൂടാതെ അന്നന്ന് ജീവിച്ചു പോകുന്ന ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ, അവൻ എനിക്ക് സൗഖ്യം ലഭിച്ചു, എനിക്ക് ബലം ലഭിച്ചു, കർത്താവ് എന്നെ നിർത്തി. ഹല്ലേലൂയ, മടങ്ങി വരട്ടെ. സ്തോത്രം. ഇതാ ആമേൻ. ആ ഭാഗത്തേക്ക് മടങ്ങി വരിക. സ്തോത്രം. 5-ാം അധ്യായം 35. ആ പദം എനിക്ക് വർണ്ണിക്കണമെങ്കിൽ ആ സംഭവം ഒന്ന്
തിടുക്കത്തോടെ പറയട്ടെ, ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. നിന്റെ മകൾ മരിച്ചുപോയി. ഇറ്റ് ഈസ് ടു ലേറ്റ്. യേശുവിനോടല്ല അത് പറഞ്ഞ, പക്ഷെ യേശു അത് കേട്ടു. 5:36 യേശു അത് കാര്യമാക്കിയില്ല. ജീസസ് ഇഗ്നോർഡ് ഇറ്റ്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വേദനകളെ കുറിച്ചും ചിലരൊക്കെ പറയുന്ന യേശു, ഹി ഈസ് ഓവർ ഹിയറിങ് ഇറ്റ്. അവൻ അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന കർത്താവാണ്. ആ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുക, 5:36. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഫിയർ നോട്ട്, കീപ് ഓൺ ബിലീവിങ്. ഈ ഭയപ്പെടേണ്ടെന്ന് കർത്താവ് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. അവിടെ എല്ലാം ആ സംഭവങ്ങളാൽ ഭയചകിതരായ കുറച്ചു പേരുണ്ടായിരുന്നു. യേശു കർത്താവ് മരിച്ചതിന് ശേഷം ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുന്നു. ഇനി കെട്ടിത്തൂക്കാൻ പോകുന്നത് ഞങ്ങളെ ആയിരിക്കും. ഭയപ്പെട്ടിരിക്കുക. യേശു അടഞ്ഞ വാതിലിനകത്തേക്ക് ആമേൻ അവൻ കടന്നു ചെന്നേച്ച് പറഞ്ഞു, ഭയപ്പെടേണ്ട. ആമേൻ. നടുക്കടലിലെ സംഭവം ആമേൻ എത്രയോ ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. യേശു കടലിൽ നടന്നു വരികയാണ്. ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ആമേൻ. ഒരു ഭക്തൻ നടുക്കടലിൽ ആ ഒരു പടക് മുങ്ങുമാറായപ്പോൾ അതിനോട് ചേർന്ന് 3 കാര്യങ്ങൾ വിശേഷതയോടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ആരാണ് എൻ്റെ യേശു കർത്താവ്? ആമേൻ. ലോർഡ് ഓഫ് മിഡ് സീ. അവൻ നടുക്കടലിന്റെ കർത്താവാണ്. എന്താ നടുക്കടലിന്റെ പ്രത്യേകത? 2 തീരങ്ങളിലേക്ക് സമദൂരമാണ്. യാതൊരു കുറുക്കു വഴിയില്ല. കുറുക്കു വഴികളില്ലാതെ വരുമ്പോൾ അവൻ കർത്താവായി. ആമേൻ. സ്തോത്രം. ആമേൻ. ഹി വിൽ ഇന്റർവീൻ. അവൻ ഇടപെടും. നടുക്കടലിന്റെ കർത്താവ്. ആമേൻ. 2, ലോർഡ് ഓഫ് ലേറ്റ് അവേഴ്സ്. വൈകിയ വേളയുടെ കർത്താവ്. ചില പ്രശ്നങ്ങൾ വൈകും, മറുപടി വൈകും, എന്നാൽ വൈകിയ വേളയിൽ പ്രവർത്തിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. തീർന്നില്ല. ആമേൻ. നടുക്കടലിൽ നിൽക്കുമ്പോൾ ഒരു പകുതി യാത്ര ചെയ്തു, മറുപകുതി ബാക്കി നിൽക്കുന്നു. ലോർഡ് ഓഫ് സെക്കൻഡ് ഹാഫ്. 2-ാം പകുതിയുടെ കർത്താവ്. നിങ്ങളുടെ ഐസിന്റെ ആമീൻ ഇതുവരെയുള്ള ആ പകുതി കഴിഞ്ഞുപോയി. മോശമായിരിക്കാം, തിരിച്ചടി ഏറ്റായിരിക്കാം, ആമീൻ കൈമോശം വന്നേക്കാം, തെറ്റായ തീരുമാനം വന്നേക്കാം. എന്നാൽ അടുത്ത പകുതിയിൽ അവൻ ഭരിക്കും, അവൻ അതിജീവനം നൽകും, അവൻ പരിഹാരം നൽകും. മടങ്ങി വരട്ടെ. സ്തോത്രം. 5-ാം അധ്യായം മർക്കോസ് 36-ാം വാക്യം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കീപ് ഓൺ ബിലീവിങ്. ഇത് സൺഡേ സ്കൂളിൽ മനസ്സിലാകാൻ പഠിപ്പിക്കുന്ന ഒരു ഇമേജറി ഉണ്ട്, ഒരു ചിത്രീകരണം പോലെ. ഒരുവൻ ഒരു കുഴിക്കകത്ത് വീണു. അവൻ അവിടെ ചവിട്ടും തോറും താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. തോളൊപ്പം മുങ്ങി. പെട്ടെന്ന് മുകളിൽ നിന്നൊരു കയറ് താഴേക്ക് വന്നു. അതിനെ കൃപ എന്ന് വിളിക്കാം. പക്ഷെ കയറ് താഴോട്ട് വന്നാൽ അവൻ കരകയറുകയല്ല, അവൻ പിടിക്കണ്ടായിരുന്നു. അവൻ പിടിച്ചു. അതിന് വിശ്വാസം എന്ന് പറയാം. മുകളിൽ നിന്ന് നീണ്ടുവന്ന കയറിനെ അവൻ പിടിച്ചു. വിശ്വാസം. പക്ഷെ എത്ര നേരം പിടിച്ചോണ്ടിരിക്കും? പിടിച്ചു കയറാൻ ആരോഗ്യമില്ല. ആമേൻ. ഇനി കൈ ബലം ക്ഷയിച്ച് വിടുകയല്ലാതെ മാർഗമില്ല. കർത്താവേ, ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ. ഇനി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ചുറ്റുപാടില്ല. കൈ അയഞ്ഞു പോകുന്നു. മൈ ഹോൾഡ് ഈസ് ഗെറ്റിംഗ് വീക്കർ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ സമാനമായ ഒരു സംഭവം വേദപുസ്തകത്തിൽ ഉള്ളതുകൊണ്ടാണ്. യിരെമ്യാവ് 38-ൽ യിരെമ്യാ പ്രവാചകനെ ആ ഒരു ചെളി മാത്രമുള്ള വെള്ളമില്ല കുഴിയിൽ ഇട്ടപ്പോൾ അവൻ മരണത്തിലേക്ക് ആഴ്ന്നാഴ്ന്നു പോയപ്പോൾ അവിടെ എബെദ് മെലക് എന്ന ഒരു ഷണ്ണൻ വന്ന് അവനെ വലിച്ചു കയറ്റാൻ ക്രമീകരണം ചെയ്തപ്പോൾ കയറിറക്കി. പക്ഷെ കയറെ കൂടെ വലിഞ്ഞു കയറുകയായിരുന്നില്ല യിരെമ്യാവ്. അവൻ തുണിക്കഷ്ണങ്ങൾ കക്ഷത്തിൽ വെച്ച് ആ കയറുകൊണ്ട് തൻ്റെ ശരീരം അതിൽ മുറുക്കി. സ്തോത്രം. കക്ഷത്തിലൂടെ ഹൃദയത്തിന് ചുറ്റും ആ കയറ് മുറുക്കി. അവൻ പിടിച്ചു കയറുകയായിരുന്നില്ല, അവനെ വലിച്ചു കയറ്റുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. പിടിവിടരുതേ, നിന്നെ കരകയറ്റും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സ്വന്തം ബലത്തിൽ വലിഞ്ഞു കയറുകയല്ല, പിടിച്ചു കയറ്റും. വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കീപ് ഓൺ ബിലീവിങ്. സ്തോത്രം. പിന്നീട് യേശു കർത്താവ് വീട്ടിൽ ചെല്ലുന്ന ഭാഗം, അതാ ഒരു മിഡിൽ ഈസ്റ്റേൺ ശവസംസ്കാരത്തിൻ്റെ ഒരു ചിത്രം മർക്കോസിലും ലൂക്കോസിലും നൽകിയതിലും നന്നായി മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്.
ശവസംസ്കാര ചടങ്ങുകളിൽ വായിക്കുന്ന ഒരു സംഗീത ഉപകരണം അവിടെ ഉണ്ട്, കുഴൽ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ കുഴലൂതുന്നവരും ആരാവാരക്കാരും അവരുണ്ടായിരുന്നു. അവരെ പുറത്താക്കിയ അത് ഓടക്കുഴലിനോട് സാമ്യം, ഒരുപക്ഷെ പാമ്പാട്ടിയുടെ കുഴലിനോടൊക്കെ സാമ്യം. അവിടെ ഈ വിലാപം പടർന്നു പിടിക്കണമല്ലോ, കൂലിക്ക് വിലപിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ട്യൂണൊക്കെ കേട്ടാൽ പരിചയമില്ലാത്തവർ വരെ കരഞ്ഞു പോകും. യായിറോസിന്റെ 12 വയസ്സുള്ള മകളെ നീ ഇട്ടേച്ചു പോയല്ലോടി, പള്ളിപ്രമാണിയുടെ മകളെ പള്ളിപ്പറമ്പിൽ അടക്കണമല്ലോടി. അത് കേട്ടാൽ വെറുതെക്കാര് പോലും കരഞ്ഞു പോകും. ആത്മാർത്ഥത ഇല്ലാത്ത കരച്ചിൽ. അതുകൊണ്ടാണ് ഇപ്പൊ കരയുന്നു, ഇച്ചിരി കഴിയുമ്പോൾ പരിഹസിക്കുന്നു നമ്മൾ വായിക്കുന്നു. അവിടെ കരച്ചിൽ നടക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, താൽക്കാലികമായ ഒരു കാര്യമാണല്ലോ ഉറക്കം. 5-ാം അധ്യായം 39-ാം വാക്യം, അവൾ ഉറങ്ങുക, ആമേൻ, മരിച്ചിട്ട്. അത് കേട്ടപ്പോൾ അവർ പരിഹസിച്ചു. പക്ഷേ 5:42 അവൾ എഴുന്നേറ്റ് നടക്കുന്നു. നടക്കുകയില്ല എന്ന് പറഞ്ഞ വിഷയമാ, നടക്കുന്നുണ്ട്. ആമേൻ. പരിഹാസം, വിസ്മയമായി. പരിഹസിച്ചവർ വിസ്മയിച്ചു. Ridicule became amazement. ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവ്. അതിനിടയ്ക്ക് പറഞ്ഞ വാക്യമാണ് ഹല്ലേലൂയ വായിച്ചത്. സ്തോത്രം. അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. മാർക്ക് ബുണ്ടൈൻ പറഞ്ഞു, അങ്ങനെയല്ലെന്ന്, നമുക്ക് അസഹ്യപ്പെടുത്താൻ അവകാശമുണ്ട്. ഹല്ലേലൂയ. എബ്രായ ഭവനങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെ കൊഞ്ചി ശിക്ഷകളേറ്റ ദേവാത്മജ. ഹല്ലേലൂയ. ക്ലാസിക്സ്. ഹല്ലേലൂയ. അത് ബന്ധത്തിൽ നിന്ന് എഴുതിയതാണ്, അത് ആഴത്തിൽ നിന്ന് എഴുതിയതാണ്. ഹല്ലേലൂയ. സ്തോത്രം. സമയഭേദം കൂടാതെ, ഗുളികകാലം നോക്കണ്ട, ആമേ, കണ്ടകശനി നോക്കണ്ട, ആമേ, ചൊവ്വാദോഷം നോക്കണ്ട, ഒന്നും നോക്കണ്ട. കാലഭേദം കൂടാതെ സമയഭേദമന്യേ പോയി ഭാരമിറക്കി വെക്കാം. കൃപാസനത്തോട് അടുത്തിയെല്ലാം ആമേ. ശരിക്കുള്ള റൈറ്റ് ആറ്റിറ്റ്യൂഡ് അത് ആരുടെയാണ്? അത് സംശയമൊന്നും വേണ്ട. ആമേൻ. ഇയ്യോബ് പഠിച്ചൊരു പാഠമുണ്ട്. ഇയ്യോബ് ഒരു മോഡലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇയ്യോബ് പഠിച്ചൊരു പാഠമുണ്ട്. ഇവന്റെ ജീവിതം, ഇവന്റെ കുടുംബത്തിന്റെ നന്മ അവസാനിച്ചു എന്ന് സാത്താൻ ചീട്ടെഴുതി. എന്നാൽ തമ്പുരാൻ ഇടപെട്ടപ്പോ പരാജയത്തിന്റെ ചീട്ട് കീറിക്കളഞ്ഞു. പക്ഷേ ഇയ്യോബിന്റെ പുസ്തകം 38 എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഇവനോട് ഇത്രയും ചോദ്യം ചോദിക്കാം. അവനെ എൻട്രൻസ് പരീക്ഷ, ഇയ്യോബിന്റെ പരീക്ഷ. ആ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം മുതൽ താഴോട്ട് ചോദിക്കുക. ഭൂമിക്ക് തമ്പുരാൻ ചോദിക്കുക. എന്തിനാ ഇത്രയും ചോദിച്ചെന്നറിയാം? 10 മക്കളോടുകൂടെ മട്ടുപ്പാവിൽ അങ്ങനെ ജീവിച്ചപ്പോൾ തമ്പുരാനോട് ശരിയായ ആഴമുള്ള ഒരു ബന്ധമില്ലായിരുന്നു. തമ്പുരാൻ ആര് എന്നറിഞ്ഞാൽ അവനിൽ ആശ്രയിക്കാൻ എളുപ്പമുണ്ട്. അവൻ ആരെന്നറിയിക്കാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇയ്യോബ് 38 മുതൽ നിങ്ങൾ താഴോട്ട് വായിക്കണ ചോദ്യങ്ങൾ. ഇയ്യോബേ, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടായിരുന്നു? എൻ്റെ അളവാരാ തീരുമാനിച്ചത്? മഴയുടെ അപ്പനാരാ? മഞ്ഞിനെ സൃഷ്ടിച്ചതാരാ? സ്തോത്രം. പിന്നെ ആമേൻ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ എൻ്റെ വാതിലടച്ചതാരാ? കാട്ടുപോത്തിനെ കുറിച്ച്, ഒട്ടകപക്ഷിയെ കുറിച്ച്, നദീഹയത്തെ കുറിച്ച്, മഹാനക്കരത്തെ കുറിച്ച്, താഴ്വരയെ കുറിച്ച്, തണലിനെ കുറിച്ച്, ഇളംപുല്ലിനെ കുറിച്ച്, ഇടിമിന്നലിനെ കുറിച്ച്. ആമേൻ. സ്തോത്രം. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതുമെല്ലാം നിനക്കറിയാവോ? സർവശക്തനായ ഞാൻ നിയന്ത്രിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയാവോ? Amen. And constellation of stars. Can you bind the chains of plates? Amen. കാർത്തികയും മകയിരവും ഇതിന്റെ വിന്യാസങ്ങളൊക്കെ നിനക്കറിയാവോ? വാനഗോളങ്ങളുടെ വിന്യാസം. യോബ് പറഞ്ഞു, പൊന്നു കർത്താവേ, 40:4 ഞാൻ എൻ്റെ കൈ കൊണ്ട് വാ പൊത്തുക. നോ ക്വസ്റ്റ്യൻസ് അറ്റ് ഓൾ, നോ കംപ്ലൈന്റ് അറ്റ് ഓൾ. എനിക്ക് പരാതിയില്ല, ചോദ്യമില്ല. ഞാൻ നിസ്സാരനാണ്. ഹല്ലേലൂയ. തീർന്നില്ല. 40:4 ഞാൻ എൻ്റെ കൈകൊണ്ട് വാപത്തുന്നു, ഞാൻ നിസ്സാരൻ. 42:2 നിനക്ക് സകലവും കഴിയുമെന്നും നിനക്കൊരു കാര്യവും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. ഞാൻ കഴിവില്ലാത്തവനാ. ഹല്ലേലൂയ. ഉത്തമഗീത പുസ്തകത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ മരുഭൂമി വന്നു, പൊള്ളി. പക്ഷേ പ്രിയ ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? 8:5 when she faced a desert, she was leaning upon her beloved. തന്റെ പ്രിയന്റെ മേൽ ചാരി മരുഭൂമിയെ അതിജീവിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. മരുഭൂമി വരുമ്പോൾ
കൊള്ളുമ്പോൾ, ആമേൻ, നഷ്ടങ്ങൾ വരുമ്പോൾ യേശു കർത്താവിൻ്റെ മേൽ ശരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിസ്സാരൻ, ആമേൻ, നീ സർവശക്തൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പുതിയ ബന്ധത്തിലേക്ക്, ആഴമേറിയ ബന്ധത്തിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആഴമേറിയ ബന്ധത്തിലേക്ക് പ്രതിഷ്ഠിക്കണം. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ വളവുകൾ നേരെയാവും, കുന്നുകളൊക്കെ മാറും, ശുഭത മടങ്ങി വരണം. പക്ഷേ നിങ്ങളുടെ ഭാരങ്ങളെ ആമേൻ അന്നന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുവാൻ തക്കവണ്ണം അവൻ എൻ്റെ ഭരണകർത്താവാണ്, അവൻ എൻ്റെ വൈദ്യനാണ്, അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഔഷധമാണ്, അവൻ വഴി നടത്തുന്നവനാണ്, അവൻ എന്നെ അറിയുന്നവനാണ്, എൻ്റെ നിസ്സഹായതകളിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. ഹല്ലേലൂയ. ആ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാൻ വയ്യ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. എൻ്റെ കരങ്ങൾ ആരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ തലമുറകളുടെ കരം ആരുടെ കരങ്ങളിൽ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിലുണ്ട്. ആമേൻ. അതിൻ്റെ 3-ാം വാക്യം, 7-ാം വാക്യം, ആമേൻ, 42-ാം അധ്യായത്തിൽ വായിക്കുന്നു. സ്തോത്രം. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരി എടുത്തു കളയാത്തവൻ. ആമേൻ. അവൻ അറിയാം തകർച്ച എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 42:7 അവൻ നിന്നെ നേരോടെ വിളിച്ചു, നിന്റെ കൈക്ക് പിടിച്ചു, കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹി വിൽ കീപ് യു, ഹി വിൽ റെക്ടിഫൈ യു. ഹല്ലേലൂയ, സ്തോത്രം. തകർച്ചയുടെ ഒരു പരമ്പര തുടർമാനമായിട്ട് അവിടെ എഴുതി തന്നിരിക്കുകയാണ്. പക്ഷേ സ്തോത്രം, ഈ എല്ലാ കേസുകളിലും സ്തോത്രം ജയിച്ചു. ആമേൻ. നടുക്കടലിലെ പെരുങ്കാറ്റ് വന്നു, ഒന്നും മനസ്സിലായില്ല, ജയിച്ചു. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ സ്വാധീനിച്ചു. ആമേൻ. വിഗ്രഹ ശക്തികൾ സ്വാധീനിച്ചാൽ കർത്താവിനെ അറിയാത്തവർ ആശ്രയിക്കുന്ന ആമേൻ അന്യായ ആശ്രയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും വെല്ലുവിളികളും കൊണ്ടുവന്നാൽ, ആമേൻ, സ്തോത്രം, ഗതിമുട്ടുമ്പോൾ, ആമേൻ, നിന്റെ ബിസിനസിന്റെ മേൽ, നിന്റെ കൃഷിക്കുമേൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിനുമേൽ, ആമേൻ, രോഗാത്മാക്കൾക്കുമേൽ, ആമേൻ, വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് നിൽക്കാനൊക്കാത്തതുപോലെ ആമേൻ ജയത്തെ നൽകുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. തീർന്നില്ല. ആമേൻ. നിസ്സാരമായ ഒരു രോഗം, ആമേൻ, ആളുകൾ മാറ്റി നിർത്തിയ ഒരു രോഗം. സ്തോത്രം. വിശ്വാസത്തിൽ പരീക്ഷണങ്ങളുണ്ട് കേട്ടോ. ആമേൻ. അവിടെ നിഷ്കളങ്കതയോടെ കർത്താവിനെ തൊട്ടപ്പോൾ അത് ബാധയായിരുന്നു, ബാധയൊഴിഞ്ഞു, സമാധാനം അവളുടെ ഭവനത്തിൽ മടങ്ങി വന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രാർത്ഥനാ വിഷയം വൈകിപ്പോയി. ആമേൻ. പലരും പറഞ്ഞു അസഹ്യപ്പെടുത്തരുതെന്ന്. ആമേൻ. പക്ഷേ നിങ്ങൾക്ക് അവകാശമുണ്ട്, എനിക്ക് അവകാശമുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവിനെ അസഹ്യപ്പെടുത്താൻ. കാരണം അവൻ നമ്മുടെ രാജാവാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണ്. ആമേൻ. പ്രാണൻ നൽകിയവനാണ്. ഹല്ലേലൂയ. ആമേൻ. മറുവില കൊടുത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്താണ് പ്രതിഷ്ഠ? ആദ്യം പറഞ്ഞതാണ് പ്രതിഷ്ഠ. ഹല്ലേലൂയ. സങ്കീർത്തനം 45:16. സങ്കീർത്തനം 45:16. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. You will, have sons to replace your fathers. ഹല്ലേലൂയ. നിനക്ക് തലമുറകളെ ആമേൻ സൗജന്യദാനമായി നൽകിയത്, ആമേൻ, സ്തോത്രം, വന്ന ആമേൻ ആ വലിയ ഹെറിറ്റേജ്, ആ ഒരു പൈതൃകത്തിൽ, ആമേൻ, മുൻവേലയുടെ, ആമേൻ, സ്തോത്രം, വേലക്കാരുടെ പകരക്കാരായി തലമുറകളെ പ്രതിഷ്ഠിക്കുവാനാണ്. ഹല്ലേലൂയ. ഇതിനായിട്ട് ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഏൽപ്പിക്കാം. 1-2 വാക്യങ്ങളോടെ വായിക്കുകയാണ്. ആമേൻ. ഉത്തമഗീത പുസ്തകം 5-ാം അധ്യായം. ആമേൻ. എങ്ങനെ ഏൽപ്പിക്കണം? ഉത്തമഗീത പുസ്തകം അതിന്റെ 5-ാം അധ്യായം. സ്തോത്രം. അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 12-ാം വാക്യം. സാധാരണ ആമേൻ ജീവിതക്രമത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു നിർത്താറുള്ള വാക്യമാണ്. യേശു കർത്താവിന്റെ ആമേൻ കണ്ണുകളെ കുറിച്ചൊന്ന് പറയുകയാണ്. 5:12 ഉത്തമഗീത പുസ്തകം. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്. 5:12 ആമേൻ ഉത്തമഗീത പുസ്തകം. അവിടെ അതിന്റെ 2-ാം പകുതി ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ മൂലഭാഷയിൽ ചിലർ വിവർത്തനം ചെയ്യുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ പ്രിയന്റെ കണ്ണ് പാലുകൊണ്ട് കഴുകിയതാകയാൽ അത് ചേർച്ചയായി പതിച്ചിരിക്കുന്നു. പാലുകൊണ്ട് കഴുകിയതാകയാൽ ചേർച്ചയായി പതിച്ചിരിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ക്ലെൻസ്ഡ് വിത്ത് മിൽക്ക്, ആമേൻ, ഇറ്റ് ഈസ് ഫിറ്റ്ലി സെറ്റ്. എന്താ ചേർച്ചയായി പതിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഈ മലയാള സാഹിത്യത്തില് ഈ കണ്ണ് ഒരു പ്രധാന സാഹിത്യ വിഷയമാണല്ലോ. കണ്ണ് സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് നല്ല സൗന്ദര്യം, ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിശാലാക്ഷി എന്ന് പേരുള്ളത്,
ആണുങ്ങൾക്ക് കുഞ്ഞിക്കണ്ണൻ എന്ന പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൗന്ദര്യശാസ്ത്രം വർണ്ണിക്കുന്ന ഒരു ഭാഗമല്ല 5-ാം അധ്യായം 12-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പ്രിയന്റെ കണ്ണ് ചേർച്ചയായി പൊതിച്ചെന്ന് പറഞ്ഞാൽ അത് പുറത്തോട്ട് തള്ളിയിട്ടുമില്ല, അകത്തോട്ട് കുഴിഞ്ഞിട്ടുമില്ല എന്നർത്ഥം. പുറത്തോട്ട് തള്ളിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കണ്ണ് പുറത്തോട്ട് അങ്ങ് തള്ളിയിരിക്കുകയാണ്. എൻ്റെ മോക്ക് 6 വയസ്സുണ്ട്, ഒരു 15 വർഷം കഴിഞ്ഞ് അവളെ എങ്ങനെ കെട്ടിച്ചയക്കും? നിങ്ങൾ എന്നാ ദൈവമാണോ? ഇതുവരെ നിങ്ങളാണോ നടത്തിക്കൊണ്ടുവന്ന വംശാവലി? രാജവംശങ്ങളൊക്കെ അന്യം നിന്ന് പോയപ്പോൾ, മുറ്റത്ത് കളരിത്തറയുള്ള പയറ്റുകാരുടെ കുടുംബങ്ങളൊക്കെ ചെതറിപ്പോയപ്പോൾ മാർഗം കൂടിയവരെ ഇന്ന് വരെ നടത്തിയത് നിങ്ങൾ ഇടപെട്ടത് കൊണ്ടാണോ? ലോങ് സൈറ്റ്, ഫോർ സൈറ്റ്, അങ്ങ് കണ്ണ് തള്ളിയിരിക്കുക, ചിലരുടെ കണ്ണ് കുഴിഞ്ഞിരിക്കുക, സെൽഫ് പിറ്റി, സ്വയം നിന്ന ഞാൻ എന്തിനും ജീവിക്കാൻ, നിസ്സഹായത. ഇങ്ങനെയൊക്കെ കർത്താവ് എന്നോട് ചെയ്യുന്നു, പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ? സ്തോത്രം. എന്നാൽ യേശു കർത്താവ് അപ്പം പങ്കിട്ട് കൊടുത്തപ്പോഴും അറിയായിരുന്നു ഈ വെട്ടി വിഴുങ്ങുന്നവൻ എന്നെ കല്ലെടുത്തെറിയും. മുന്നറിവുള്ളവനായിരുന്നു, ദൈവമായിരുന്നു അവൻ. പക്ഷെ അവന്റെ കണ്ണ് തള്ളിയില്ല, കണ്ണ് കുഴിഞ്ഞില്ല. കാരണം അത് പാല് കൊണ്ട് കഴുകിയതായിരുന്നു. ഏതു പാല്? 1 പത്രോസ് 2:2 വചനമാകുന്ന പാല്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനത്താൽ നിന്റെ കാഴ്ചപ്പാടുകൾ നീ ശുദ്ധീകരിക്കണം. ഓപ്പൺ ബൈബിൾ വിൽ ക്ലെൻസ് യു. ഓപ്പൺ ബൈബിൾ വിൽ ലീഡ് ടു ഓപ്പൺ ഡോർസ്. തുറന്ന വേദപുസ്തകം തലമുറകളുടെ മുൻപിൽ എടുത്താൽ അവര് പിതാക്കന്മാർക്ക് പകരക്കാരാകും. ഇത് വിലമതിക്കണം, ഇത് തുറക്കണം, ഇത് ധ്യാനിക്കണം. ഇത് നിന്റെ സംഭാഷണത്തിൽ വേണം. 15 മിനിറ്റ് പ്രസംഗം നിർത്തണം. എന്നും കൂട്ടായ്മകളിൽ വചനം കേട്ട് വളർന്നതാ മുൻ തലമുറ. ഈ പരസ്യ സ്ഥലത്ത് നമ്മുടെ ദേവാലയ സമൂഹങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ തുറന്ന വേദപുസ്തകത്തിന്റെ മുൻപിൽ കുഞ്ഞുങ്ങളെ വിളിച്ചു കൂട്ടുവാൻ തക്കവണ്ണ ഒരു പ്രതിഷ്ഠ, നമ്മുടെ നിസ്സഹായതകൾ മാറും. കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ആഘോഷിക്കുക കർത്താവേ, യേശു കർത്താവിന്റെ ജയം. സ്തോത്രം. കർത്താവേ, എന്നെ ഏൽപ്പിക്കുക. എൻ്റെ അവസ്ഥ നീ അറിയുന്നുണ്ട്. നടുക്കടലിലെ പോലെ ചില അവസ്ഥകളുണ്ട്. നിസ്സാര രോഗങ്ങൾ അതിൻ്റെ ആരംഭമാകാം. എൻ്റെ ചുമതലകൾക്ക് തടസ്സം. അന്ധകാര ശക്തികൾ എന്നെ വേട്ടയാടുന്നത് പോലെ എൻ്റെ തലമുറകളെ വഴിതെറ്റിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്നിട്ടും നനയാത്ത, ഉള്ളം പൊള്ളുന്ന ചില തിരിച്ചടികൾ ഏറ്റിട്ടുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ ഇതാ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാ. ഞാൻ നിസ്സഹായന, പക്ഷെ എന്നെ സഹായിപ്പാൻ മനസ്സുള്ള എൻ്റെ പ്രാണന്റെ ഉടയവൻ എൻ്റെ കൂടുണ്ട്. ശുഭത നൽകുന്നവൻ, തലമുറകളെ കാലുറപ്പിക്കുന്നവൻ, ഗമനാഗമനങ്ങളെ സ്ഥിരമാക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒരു പ്രതിഷ്ഠ സംഭവിക്കണം. ഹല്ലേലൂയ. ഇതാ കർത്താവേ, എന്നെ ഏറ്റവും അടുത്ത ബന്ധുവായി. ഹല്ലേലൂയ, സ്തോത്രം. അസഹ്യപ്പെടുത്തുന്നത് പോലെയുള്ള, ഇടപെടാതെ നിന്നോട് ചോദിക്കുകയും എൻ്റെ ഭാരം ഏൽപ്പിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ഒരടുപ്പം, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ എൻ്റെ കർത്താവ് എന്ന ബന്ധത്തിലേക്ക് ഇന്ന് രാത്രികാലം. അവനടുത്ത ബന്ധുവാണെങ്കിൽ നീ അവനെ സാക്ഷിക്കും, അവനായി കഷ്ടം സഹിക്കും, അവനായി യാത്ര ചെയ്യും, അവന് വേണ്ടി കരം തുറക്കും, അവന് വേണ്ടി നിന്ന് സഹിക്കും, അവനായി തലമുറകളെ ഏൽപ്പിക്കും. അവനായിട്ട് സ്തോത്രം യാത്ര ചെയ്യും. ഹല്ലേലൂയ. അവനായി വേല